ക്യാൻസർ പിടിമുറുക്കിയപ്പോഴും ക്രിസ്തുവിന്റെ കൈകൾ മുറുകെ പിടിച്ച് പുഞ്ചിരിയോടെ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ അജ്ന എന്ന യുവതിയുടെ ജീവിതം ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. റവറൻഡ് ഡോക്ടർ വിൻസെന്റ് വാര്യർ രചിച്ച ഈശോ കൊച്ച് ഈശോയുടെ സ്വന്തം അജ്ന എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. വരാപ്പുഴ അതിരൂപതയുടെ മകളായ അജ്നയുടെ ജീവിതം മുഴുവൻ ഒപ്പിയെടുത്തിട്ടുള്ള മനോഹരമായ പുസ്തകമാണ് ഈശോ കൊച്ച്, ഈശോയുടെ സ്വന്തം അജ്ന. റവറൻഡ് ഡോക്ടർ വിൻസെന്റ് വാര്യർ രചിച്ചിട്ടുള്ള ഈ പുസ്തകത്തിന്റെ പ്രസാധകർ വരാപ്പുഴ അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ വിഭാഗമായ കേരള വാണി പബ്ലിക്കേഷൻസ് ആണ്. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അജ്നയുടെ മാതാപിതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. അജ്നയോട് ഏറ്റവും അടുത്ത് ഇടപെട്ടിട്ടുള്ള 100-ലധികം ആളുകളുടെ സാക്ഷ്യങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. കൂടാതെ അജ്നയുടെ അമ്മ തന്നെയാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഈ പുസ്തകത്തിന്റെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുക മുഴുവൻ അജ്നയെപ്പോലെ ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകുന്നതാണെന്ന് അതിരൂപത മെത്രാപ്പൊലീത്ത പങ്കുവച്ചു. ഈ പുസ്തകത്തിന്റെ കോപ്പികൾ കേരള വാണി മീഡിയ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ പുസ്തകം ചിലവാക്കുന്നതിൽ വിൽക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന തുക എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുവാനുള്ള പദ്ധതിയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും അത് കുറെ കൂടി മീനിങ് ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. ഇതെല്ലാവരും പുസ്തകം വാങ്ങി നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നപ്പോഴും ദിവ്യകാരുണ്യ ഭക്തിയിൽ വേരൂന്നിയ ജീവിതം വഴി ഇഹലോക ജീവിതം ധന്യമാക്കി കടന്നുപോയ 27 വയസ്സുകാരി അജ്ന ജോർജ് ഓർമ്മ വെച്ച നാൾ മുതൽ ദിവ്യകാരുണ്യ ഭക്തിക്കായി ജീവിതം സമർപ്പിച്ച് ക്യാൻസറിന്റെ അസഹനീയ വേദനകളെ പരാതികളില്ലാതെ ഏറ്റുവാങ്ങി ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചുകൊണ്ട് മരണം തൊട്ടടുത്തെത്തിയപ്പോഴും ദിവ്യകാരുണ്യനാഥനെ പുഞ്ചിരിയോടെ ചേർത്തുപിടിച്ച അജ്നയുടെ ദിവ്യകാരുണ്യ ഭക്തിയും ക്രിസ്തുകേന്ദ്രീകൃതമായ ജീവിതവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഷെക്കേന ന്യൂസ്, കൊച്ചി.